ചാരപ്രവർത്തനത്തിന് പിടിയിലായ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വിവരങ്ങളും പുറത്ത്. സംഭാഷണമേറെയും കോഡ് ഭാഷകളിൽ. വിവാഹം കഴിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ ജ്യോതി ആഗ്രഹിച്ചിരുന്നതായും വിവരം. ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി ബന്ധമുള്ള അലി ഹസനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. അലി ഹസനുമായി ജ്യോതിക്കുണ്ടായിരുന്ന അടുപ്പം സൂചിപ്പിക്കുന്ന സംഭാഷണങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇയാളുമായി ജ്യോതി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇരുവരും ധാരാളം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. 33-കാരിയായ യൂട്യൂബറും ഹസനും തമ്മിലുള്ള വാട്സാപ്പ് സംഭാഷണമാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പാകിസ്ഥാനിൽ വെച്ച് തന്നെ വിവാഹം ചെയ്യൂവെന്ന് മൽഹോത്ര ഹസനോട് പറയുന്ന ചാറ്റും ഇക്കൂട്ടത്തിലുണ്ട്. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്രയെ കഴിഞ്ഞയാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. ട്രാവൽ വിത്ത് ജോ എന്ന പേരിലായിരുന്നു യൂട്യൂബ് ചാനൽ നടത്തിയിരുന്നത്. ദേശസുരക്ഷയെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഫോണിലൂടെ കോഡ് ഭാഷയിൽ കൈമാറിയതായാണ് വിവരം. മൽഹോത്രയുടെ 4 ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്നിൽ ദുബായിൽ നിന്ന് പണമിടപാടുകൾ നടത്തിയതായും കണ്ടെത്തി. ഇൻസ്റ്റാഗ്രാമിൽ 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള മൽഹോത്ര 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതിനിടെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി പരിചയപ്പെട്ടു. ഇയാൾ വഴിയാണ് ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുന്നത്. ചാരവൃത്തി ആരോപിച്ച് കഴിഞ്ഞയാഴ്ച ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേർ അറസ്റ്റിലായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.